നമസ്കാരം. പോയ വാരത്തിലെ പ്രധാന വാർത്തകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് എൻഫോ ന്യൂസ് ഒരുക്കുന്ന ആഴ്ചവട്ടം എന്ന വാർത്താധിഷ്ഠിത പരിപാടിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ആഴ്ചയിൽ ഏവരെയും നടുക്കിയ വരന്തരപ്പള്ളിയിൽ സംശയത്തെ തുടർന്ന് വീട്ടമ്മയെ കൊലപ്പെടുത്തിയ വാർത്തയാണ് പ്രധാനമായും മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നത്. വാർത്ത കാണാം. വരന്തരപ്പള്ളിയിൽ യുവതിയെ കൊലപ്പെടുത്തിയ ഭർത്താവ് അറസ്റ്റിൽ. കണ്ണാറ സ്വദേശി തെങ്ങലാൻ വീട്ടിൽ 49 വയസ്സുള്ള കുഞ്ഞുമോനെയാണ് വരന്തരപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തത്. ഭാര്യ 35 വയസ്സുള്ള ദിവ്യയെ ചരടുകൊണ്ട് കഴുത്തിൽ മുറുക്കി കൊലപ്പെടുത്തിയതാണെന്ന് പ്രതി പോലീസിനോട് സമ്മതിച്ചു. ദിവ്യയ്ക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടെന്ന സംശയത്തെ തുടർന്നുള്ള തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. പ്രതിയെ സംഭവസ്ഥലത്ത് എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. കൊലപാതകത്തിന് ഉപയോഗിച്ച ചരട് ഇവരുടെ വീടിന് പുറകിലുള്ള കുളത്തിൽ നിന്ന് പോലീസ് കണ്ടെടുത്തു. പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ചാലക്കുടി ഡിവൈഎസ്പി PC ബിജുകുമാർ, വരന്തരപ്പള്ളി SHO KP മനോജ്, SIമാരായ അശോക് കുമാർ, പ്രദീപ് കുമാർ, ASI അലീമ, സീനിയർ CPOമാരായ മുരുകദാസ്, സലീഷ് കുമാർ, സജീവ് എന്നിവരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടത്തിയത്. വെണ്ടൂരിലെ മാംസക്കടയിൽ തുടർച്ചയായി പുഴുവിനെ കണ്ടെത്തിയ സംഭവം പ്രതിഷേധത്തിന് കാരണമായി. പ്രതിഷേധത്തിനെ തുടർന്ന് അധികൃതർ കട അടപ്പിച്ചു. വെണ്ടൂർ യൂണിയൻ സ്റ്റോപ്പിന് സമീപമുള്ള മാംസവിൽപ്പന കേന്ദ്രത്തിൽ നിന്നും വാങ്ങിയ ഇറച്ചിയിലാണ് പുഴുവിനെ കണ്ടെത്തിയതായി പരാതി ഉയർന്നിരുന്നത്. ഞായറാഴ്ച രാവിലെ വാങ്ങിയ ഇറച്ചിയിലാണ് പുഴുവിനെ കണ്ടെത്തിയത്. വരാക്കര സ്വദേശിയാണ് ഇറച്ചി വാങ്ങിയത്. പരാതിയായതോടെ ഉടമ കടപൂട്ടി സ്ഥലം വിടുകയായിരുന്നു. തിങ്കളാഴ്ച രാവിലെ പഞ്ചായത്ത് അധികൃതരും ആരോഗ്യവകുപ്പ് അധികൃതരും കടയിൽ പരിശോധന നടത്തി. പഞ്ചായത്തിലെ ലൈസൻസ് ഇല്ലാതെയാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നതെന്നും ജീവനക്കാരുടെ മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് പുതുക്കിയിട്ടില്ലെന്നും അധികൃതർ കണ്ടെത്തി. അളഗപ്പനഗർ പഞ്ചായത്ത് പ്രസിഡന്റ് K രാജേശ്വരി, പഞ്ചായത്ത് സെക്രട്ടറി PB സുഭാഷ്, ഹെൽത്ത് ഇൻസ്പെക്ടർ MR രഘു, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ MP ഹരീഷ്, നസ്രീൻ നവാസ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. ഈ കടക്കെതിരെ മുൻപും സമാന പരാതികൾ ഉയർന്നിട്ടുണ്ട്. വിൽപ്പന നടത്തിയ ഇറച്ചിയിൽ പുഴുവിനെ കണ്ടതിനെ തുടർന്ന് അടച്ചിട്ട ഷോപ്പ് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞ് തുറന്ന് പ്രവർത്തിക്കുകയായിരുന്നു. ഇറച്ചിയിൽ പുഴുവിനെ കണ്ടെത്തിയ വെണ്ടൂരിലെ മാംസവിൽപ്പന കേന്ദ്രം വീണ്ടും തുറന്നതിനെതിരെ പ്രതിഷേധവുമായി കോൺഗ്രസ് പ്രവർത്തകരും രംഗത്തെത്തി. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് അലക്സ് ചുക്കിരി ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ആന്റൺസ് കണ്ണമ്പുഴ അധ്യക്ഷനായി. പഞ്ചായത്ത് അംഗങ്ങളായ സനൽ മഞ്ഞളി, ദിനിൽ പാലപ്പറമ്പിൽ, പ്രിൻസ് അരിപ്പാലത്തുകാരൻ, പ്രിൻസൺ തയ്യാറയ്ക്കൽ എന്നിവർ നേതൃത്വം നൽകി. പ്രതിഷേധത്തിന് പിന്നാലെ പഞ്ചായത്ത് അധികൃതരും ആരോഗ്യവകുപ്പും ചേർന്ന് പരിശോധന നടത്തി. അനധികൃതമായി പ്രവർത്തിച്ച സ്ഥാപനം അധികൃതർ പൂട്ടിച്ചു. മത്സ്യത്തൊഴിലാളികളെ ദുരിതത്തിലാക്കിക്കൊണ്ട് കഴിഞ്ഞ ആഴ്ച സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നു. തീരദേശത്തെ നിരവധി മത്സ്യത്തൊഴിലാളികളാണ് ഇതുമൂലം ബുദ്ധിമുട്ടനുഭവിക്കുന്നത്. ഇനിയുള്ള ദിവസങ്ങളിൽ കേരള തീരത്ത് യന്ത്രവൽകൃത വള്ളങ്ങൾക്ക് മത്സ്യബന്ധനത്തിന് പൂർണ്ണ നിരോധനമായിരിക്കും. എന്നാൽ പരമ്പരാഗത വള്ളങ്ങളിൽ മീൻ പിടിക്കുന്നവർക്ക് വിലക്കില്ല. ഇന്നലെ അർദ്ധരാത്രി മുതൽ നിലവിൽ വന്ന ട്രോളിംഗ് നിരോധനം അഴീക്കോട് മുനമ്പം മേഖലയിലെ 15,000-ഓളം തൊഴിലാളികളെയാണ് നേരിട്ട് പ്രതിസന്ധിയിലാക്കുന്നത്. ഇന്ധന വിലവർധനവും മത്സ്യക്ഷാമവും മൂലം മത്സ്യബന്ധന മേഖല പ്രതിസന്ധി നേരിടുന്ന സമയത്താണ് ട്രോളിംഗ് നിരോധനം വന്നെത്തുന്നത്. ദിവസങ്ങളോളം കടലിൽ തങ്ങി മത്സ്യബന്ധനം നടത്തുന്ന വലിയ ബോട്ടുകൾക്കും 24 മണിക്കൂർ മാത്രം കടലിൽ കഴിയുന്ന ചെറിയ ബോട്ടുകൾക്കും ഒരേ രീതിയിലുള്ള നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് പുനഃപരിശോധിക്കണമെന്ന ആവശ്യം ഇക്കുറിയും ഉയർന്നിട്ടുണ്ട്. ട്രോളിംഗ് നിരോധന കാലം പൊതുവെ പരമ്പരാഗത മത്സ്യബന്ധന മേഖലയ്ക്ക് ഉണർവിന്റെ കാലമാണ്. എന്നാൽ ഇക്കുറി കൊച്ചി ബേപ്പൂർ കപ്പൽ അപകടങ്ങൾ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളിലും ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട്. ചെറിയ ബോട്ടുകൾക്ക് ട്രോളിംഗ് നിയന്ത്രണങ്ങളിൽ ഇളവ് നൽകുന്നത് പരിഗണിക്കണമെന്ന് ബോട്ട് ജീവനക്കാരനും പൊതുപ്രവർത്തകനുമായ നൌഷാദ് കൈതവളപ്പിൽ ആവശ്യപ്പെട്ടു. ആഴക്കടൽ മത്സ്യബന്ധനത്തിന് ട്രോളറുകൾക്ക് കടലിൽ പോകാനോ മത്സ്യബന്ധനമോ നടത്താൻ പാടില്ല എന്നുള്ളതാണ് ട്രോളിംഗ് നിരോധനത്തിന്റെ ഭാഗമായി പ്രധാനമായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ പരമ്പരാഗത തൊഴിലാളികൾക്ക് മത്സ്യം പിടിക്കുന്നതിന് യാതൊരുവിധ തടസ്സവുമില്ല എന്നുള്ളതും ഈ കാലയളവിലെ ഒരു സുപ്രധാന തീരുമാനമാണ്.
കുറഞ്ഞ കാലം കൊണ്ട് പ്രേക്ഷക മനസ്സിൽ ഇടം പിടിച്ച റാപ്പർ വേഡിന്റെ ഭൂമി ഞാൻ വാഴുന്നിടം ഇനി മുതൽ കാലിക്കറ്റ് സർവകലാശാലയിലെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തി. ഈ അടുത്ത കാലത്ത് വേഡിനെ ചുറ്റിപ്പറ്റിയുള്ള വാർത്തകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടിയിരുന്നു. BA മലയാളം 4ാം സെമസ്റ്റർ പാഠപുസ്തകത്തിലാണ് ഈ പാട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മൈക്കിൾ ജാക്സന്റെ ദേ ഡോണ്ട് കെയർ അബൌട്ട് അസ് എന്ന പാട്ടും വേടന്റെ ഭൂമി ഞാൻ വാഴുന്നിടം എന്ന പാട്ടും തമ്മിലുള്ള താരതമ്യ പഠനമാണ് പാഠപുസ്തകത്തിലുള്ളത്. അമേരിക്കൻ റാപ്പ് സംഗീതവും മലയാള റാപ്പ് സംഗീതവും തമ്മിലുള്ള താരതമ്യ പഠനമാണ് ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. 1995 പുറത്തിറങ്ങിയ ദേ ഡോണ്ട് കെയർ അബൌട്ട് അസ് ജൂതവിരുദ്ധ ആരോപണങ്ങളെ എതിർത്തുകൊണ്ടുള്ള ഗാനമാണ്. യുദ്ധം കൊണ്ടുണ്ടാകുന്ന പ്രശ്നവും പലായനവുമാണ് 2020 പുറത്തിറങ്ങിയ ഭൂമി ഞാൻ വാഴുന്നിടം എന്ന ഗാനം ചർച്ച ചെയ്യുന്നത്. 2 വീഡിയോ ലിങ്കുകളായിട്ടാണ് ഇവ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. യുവജനങ്ങളുടെ ഹരമായ വേടൻ എന്ന ഹിരൺദാസ് മുരളി തന്റെ 25ാം വയസ്സിലാണ് ആദ്യ മ്യൂസിക് വീഡിയോയായ വോയിസ് ഓഫ് വോയിസ്ലെസ് പുറത്തിറക്കുന്നത്. വരികളിലെ അടിച്ചമർത്തപ്പെട്ടവന്റെ പ്രതിരോധവും ഹരം കൊള്ളിക്കുന്ന താളവും വേടനെ ജനപ്രിയനാക്കി. പാടുന്ന പാട്ടിന്റെ വ്യത്യസ്തത കൊണ്ട് കേരളക്കരയാകെ നിറഞ്ഞാടുകയാണ് വേടൻ എന്ന ഹിരൺദാസ് മുരളി. കഴിഞ്ഞ ആഴ്ചയിൽ തുടർച്ചയായി പെയ്ത മഴയെ തുടർന്ന് ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി ചിമ്മിനി ഡാം തുറന്നു. റൂൾ കർവ് നിർദ്ദേശിക്കുന്നതെങ്കിലും കൂടുതൽ ജലനിരപ്പ് എത്തിയതോടെയാണ് അധിക ജലം കുറുമാലി പുഴയിലേക്ക് ഒഴുകിയത്. 12 ഘനമീറ്റർ ജലമാണ് പുഴയിലേക്ക് ഒഴുക്കുന്നത്. ഇതോടെ ചിമ്മിനി ജലവൈദ്യുത പദ്ധതിയുടെ വൈദ്യുത ഉൽപാദനവും ആരംഭിച്ചു. ഡാം തുറന്നതോടെ കുറുമാലി, കരുവന്നൂർ പുഴകളിലെ ജലനിരപ്പ് ചെറിയ തോതിൽ ഉയരാൻ സാധ്യതയുള്ളതിനാൽ തീരത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വൈദ്യുത ഉൽപാദനത്തിനായി KSEB വാൾവിലൂടെ 1 സെക്കൻഡിൽ 6.36 ഘനമീറ്റർ ജലവും റിവേഴ്സ് ലൂയിസിലൂടെ സെക്കൻഡിൽ 6.36 ഘനമീറ്റർ ജലവുമാണ് തുറന്നുവിടുന്നത്. ജലനിരപ്പ് ഉയരാൻ സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങളും കുട്ടികളും പുഴയിൽ ഇറങ്ങുന്നതിനും കുളിക്കുന്നതിനും വസ്ത്രങ്ങൾ അലക്കുന്നതിനും ഫോട്ടോ എടുക്കുന്നതിനും നിയന്ത്രണം ഏർപ്പെടുത്തിയതായി ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ അറിയിച്ചു. 76.40 മീറ്റർ വരെ വെള്ളം സംഭരിക്കാവുന്ന ചിമ്മിനിയിൽ ബുധനാഴ്ച വൈകിട്ട് 66.45 മീറ്റർ മാത്രമാണ് ജലനിരപ്പ്. ഡാമിലെ ജലനിരപ്പിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും മഴ ശക്തമാകാൻ സാധ്യതയുള്ളതിനാൽ മുന്നൊരുക്കത്തിന്റെ ഭാഗമായാണ് നടപടിയെന്നും അധികൃതർ അറിയിച്ചു. പടിയൂരിൽ ഭാര്യയെയും മാതാവിനെയും കൊലപ്പെടുത്തിയ കേസിലെ പ്രതി പ്രേംകുമാറിനു വേണ്ടി പോലീസ് തിരച്ചിൽ നടത്തുന്നതിനിടയിൽ ഉത്തരാഖണ്ഡിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ആദ്യ ഭാര്യയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ കേസിൽ ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷമാണ് രേഖയെ വിവാഹം കഴിച്ചത്. ഉത്തരാഖണ്ഡ് പോലീസാണ് ബന്ധുക്കളെ വിവരമറിയിച്ചത്. എന്നാൽ പ്രേംകുമാർ തന്നെയാണോ മരിച്ചതെന്ന് സ്ഥിരീകരിക്കാനായിട്ടില്ലെന്ന് തൃശൂർ റൂറൽ പോലീസ് അറിയിച്ചു. ഡൽഹിയിലുള്ള അന്വേഷണ സംഘം ഇന്ന് ഉത്തരാഖണ്ഡിലെത്തും. സ്ഥിരീകരണം നടത്താനാവുക അന്വേഷണ സംഘം സ്ഥലത്ത് എത്തിയതിനു ശേഷമെന്ന് പോലീസ് അറിയിച്ചു. ജൂൺ 4 ഉച്ചയോടെയാണ് പടിയൂരിൽ അമ്മയെയും മകളെയും വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വീട്ടിൽ നിന്ന് ദുർഗന്ധം വമിക്കുന്നത് അയൽവാസികൾ അറിയിച്ചതിനെ തുടർന്ന് മറ്റൊരു മകൾ ഒന്ന് പരിശോധിച്ചപ്പോഴാണ് അമ്മ മണിയെയും മകൾ രേഖയെയും വീടിനകത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഈ കേസിൽ രേഖയുടെ ഭർത്താവ് പ്രേംകുമാറിനായി ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയിരുന്നു. 2019 ആദ്യ ഭാര്യയായ വിദ്യയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ കേസിൽ ജാമ്യത്തിൽ ഇറങ്ങിയതിനു ശേഷമാണ് രേഖയെ ഇയാൾ വിവാഹം കഴിച്ചത്. കഴിഞ്ഞ 6-ാം തീയതിയാണ് പ്രശസ്ത സിനിമാ താരം ഷൈൻ ടോം ചാക്കോയും കുടുംബവും സഞ്ചരിച്ച വാഹനം തമിഴ്നാട്ടിലെ സേലത്ത് വെച്ച് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ ഷൈൻ ടോമിന്റെ പിതാവ് ചാക്കോ മരിച്ചു. അപകടത്തിൽ ഷൈനും അമ്മയ്ക്കും സഹോദരനും ഡ്രൈവർക്കും പരിക്കേറ്റു. അപകടത്തിൽ ഷൈനിനും സഹോദരനും അമ്മയ്ക്കും ഡ്രൈവർക്കും പരിക്കേറ്റു. തമിഴ്നാട്ടിലെ സേലത്ത് വെച്ച് ഇന്ന് പുലർച്ചെയാണ് അപകടമുണ്ടായത്. കുടുംബം സഞ്ചരിച്ച കാർ ലോറിയുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. ബാംഗ്ലൂരിലേക്ക് ഷൈനിന്റെ ചികിത്സാർത്ഥമായിരുന്നു കുടുംബത്തിന്റെ യാത്ര. അപകടം നടന്നയുടൻ പരിക്കേറ്റവരെ തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ചാക്കോയുടെ ജീവൻ രക്ഷിക്കാനായില്ല. ഇതോടെ ഈ ആഴ്ചയിലെ വാർത്താധിഷ്ഠിത പരിപാടിയായ ആഴ്ചവട്ടം പൂർണ്ണമാകുന്നു. പുതിയ വാർത്തകളുമായി അടുത്ത ആഴ്ച കാണാം. നന്ദി, നമസ്കാരം.